60% മാത്രം മുസ്ലിംസ് ബ്രെയിൻ ഡെത്ത് ആകാൻ കാര്യം എന്താ? 152 കോടി രൂപയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ആ ഒരു വർഷം. ട്രിവാൻഡ്രത്ത് കിംസ്, എറണാകുളത്ത് ലേക്ക് ഷോർ, ആസ്റ്റർ, അമൃത, ലേക്ക് ഷോ, ആസ്റ്റർ മിംസ്, ബേബി മെമ്മോറിയൽ. ബ്രെയിൻ ഡെത്ത് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ഓർഗൻ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മളുള്ളത് കൊല്ലത്ത് ഡോക്ടർ ഗണപതിയുടെ വീട്ടിലാണ്. ഡോക്ടർ ഗണപതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അവയവദാന തട്ടിപ്പ് കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡോക്ടർ പറയുകയുണ്ടായി, 148 ബ്രെയിൻ ഡെത്ത് ഇപ്പം നാട്ടിൽ നടക്കുന്ന ഈ ഒരു സമയത്ത് ഒരേ ഒരു ബ്രെയിൻ ഡെത്ത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇത് പറയാൻ മെയിനായിട്ടുള്ള റീസൺ, സാറിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നോ കൃത്യമായിട്ട്? എൻ്റെ കൃത്യമായിട്ട് ബ്രെയിൻ ഡെത്തിൻ്റെ ഫങ്ഷൻസൊക്കെ കേരളത്തിൽ നിയന്ത്രിക്കുന്നത് KNS ആണ്. അത് കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ്. ഇറ്റ് ഈസ് നൗ ബിക്കം സോട്ടോ. അവരിൽ നിന്ന് എനിക്ക് ഒഫീഷ്യലായിട്ട് കിട്ടിയ ഡാറ്റയാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അവിടെ ഇന്നസെൻ്റായിട്ട് ഞാൻ ചോദിച്ചതാണ്. 2015-ലെയും 2016-ലെയും ബ്രെയിൻ ഡെത്തായ പേഷ്യൻസിന് ലിസ്റ്റ് തരാൻ പറഞ്ഞു. 2015 76, 2014 72, രണ്ടും കൂടെ 148 ബ്രെയിൻ ഡെത്ത്. അതിൽ ഷോക്കിംഗ് ആയിട്ട് നോക്കിയപ്പോൾ ഒരു മുസ്ലിം പേര് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. വൈ മുസ്ലിംസ് ഐ ആം നോട്ട് എൻ ആൻറ്റി മുസ്ലിം, ഐ ആം ഡെഫിനറ്റ്ലി നോട്ട്. ഞാനൊരു സംഖ്യയോ അല്ല. ദിസ് ഈസ് പ്യൂർലി എ സയൻറ്റിഫിക് ക്വസ്റ്റ്യനാണ്. ഇത്രയും പേര് ബ്രെയിൻ ഡെത്ത് ആകുമ്പോൾ most of them in hospitals owned by Muslim businessmen or Muslim doctors. Why is that? Non-Muslims are certified brain dead, whereas Muslims are not certified brain dead. Muslims make 26% of the population. എന്നിട്ട് ഒരു 60% മാത്രം മുസ്ലിംസ് ബ്രെയിൻ ഡെത്ത് ആകാൻ കാര്യം എന്താണ്? ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു നോ. ഇപ്പം ഡോക്ടർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ രേഖകൾ അല്ലെങ്കിൽ ഇതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ എന്തെങ്കിലുമൊക്കെ ഡോക്ടർ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. KNS തന്ന രേഖകളൊക്കെ തന്നെ ഉണ്ട്. ലിസ്റ്റ് ഓഫ് ബ്രെയിൻ ഡെത്ത് പീപ്പിൾ 2015-ലും 2016-ലും അവർ തന്ന ബ്രെയിൻ ഡെത്തായ പേഷ്യൻസിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിലുള്ള രേഖ എൻ്റെ കയ്യിലുണ്ട്. കാത്തലിക് ഹോസ്പിറ്റൽസിൽ അബോർഷൻ നടത്താറില്ല. അത് കാത്തലിക്സിന് മാത്രമല്ല, ഒരു മതത്തിലെ ആൾക്കാർ അബോർഷൻസ് അവിടെ നടത്താറില്ല. അപ്പോൾ മുസ്ലിം മതം ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഓർഗൻ എടുത്ത് മാറ്റുന്നതിന് എതിരാണെന്നുണ്ടെങ്കിൽ മുസ്ലിം സുഹൃത്തുക്കൾ നടത്തിക്കൊണ്ട് പോകുന്ന ഹോസ്പിറ്റലും അവർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് മൈ ആർഗ്യുമെൻറ്റ്. ഒരു 3-3.5 ലക്ഷം രൂപയുടെ ബില്ല് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യൻറ്റ് വന്നാൽ അവനെ സർജറി ഉണ്ടോ അല്ലാതെയോ രക്ഷപ്പെടുത്താമെന്നുണ്ടെങ്കിൽ പോലും രക്ഷപ്പെടുത്താതെ അവരെ ബ്രെയിൻ ഡെത്ത് എന്ന് സർട്ടിഫൈ ചെയ്യും. അത് തെറ്റായിട്ട് സർട്ടിഫൈ ചെയ്യുന്നതാണ്. അതിൻ്റെ ആദ്യത്തെ പടിയെന്ന് പറഞ്ഞാൽ അവർക്ക് ട്രെയിൻ കൗൺസിലേഴ്സ് ഉണ്ട് ഹോസ്പിറ്റൽസിനെല്ലാം. ഈ ട്രെയിൻ കൗൺസിലേഴ്സ് ചെന്ന് ഈ പേഷ്യൻ്റ് റിലേറ്റീവ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട്, അതായത് അവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അവരുടെ ഒരു പേഷ്യൻ്റ് അകത്ത് കിടക്കുന്നു എന്നുള്ള നിലയിലാണ്, അല്ലെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫ് എന്നുള്ള നിലയല്ല. എന്നിട്ട് പറയും ഞങ്ങളുടെ കുട്ടി അവിടെ അകത്ത് കിടക്കുകയാണ്, ഭയങ്കര സീരിയസ് ആണ്, രക്ഷയൊന്നുമില്ല, ബ്രെയിൻ ഡെത്തായി, അവയവം കൊടുത്താൽ ഈ 3 ലക്ഷം രൂപയുടെ ബില്ല് ഒരു AB തരാമെന്ന് പറയുന്നു. എന്താ ചെയ്യണമെന്ന് അറിയില്ല. 4-5 പേര് രക്ഷപ്പെടുന്ന കാര്യമല്ലേ. പിന്നെ നമ്മുടെ കണ്ണ് കൊടുത്താൽ മോൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്യും. അപ്പോൾ ഒരുമാതിരി പാവപ്പെട്ടൊരു വിനോദം. ഏതായാലും മോൻ മരിച്ചു, 3-4 ലക്ഷം രൂപ ബില്ലായി കൊടുക്കാൻ മാർഗമൊന്നുമില്ല, കടം വാങ്ങിക്കണം, കടം വാങ്ങിച്ചാൽ കടം വീഴണം. ഇതൊന്നും മാർഗം അവർ പറയും നല്ല കാര്യമല്ലേ, 4-5 പേര് രക്ഷപ്പെടുന്ന കാര്യം. പക്ഷേ 4-5 പേര് രക്ഷപ്പെടുന്ന കാര്യമല്ല, ഇവനെ ശരിക്കും കൊല്ലുന്നതാണ്. തെറ്റായിട്ട് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് പ്രോപ്പർ ടെസ്റ്റുകളൊന്നും ചെയ്യാതെ പ്രോപ്പർ പാനൽ ഉണ്ടാക്കാതെ ഒരു മനഃപൂർവ്വ പേഷ്യൻ്റ് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. എന്നിട്ട് കെട്ടി ഘോഷിക്കും 6 പേര് രക്ഷപ്പെട്ടു, ഒരാളുടെ ഹൃദയം മറ്റൊരാളുടെ മാറ്റി വെച്ചു, ഒരാഴ്ച മിടിച്ചു തുടങ്ങി. ഇതൊക്കെ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കും. അവയവദാന തട്ടിപ്പിൻ്റെ ഒരു കാര്യത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ഡോക്ടേഴ്സും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടെന്ന് ഡോക്ടർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു? 100% ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ കേസ് കൊടുത്തപ്പോൾ ഉള്ള
നിലയെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബ്രെയിൻ ഇഞ്ചേർഡായിട്ട് ഒരു പേഷ്യൻ്റ് വന്നാൽ അത് ഒരു യങ് പേഷ്യൻ്റാണ്, അവൻ്റെ അവയവം നമുക്ക് ഉപയോഗിക്കാമെന്നാണ്, അവനത്ര ധനവാനല്ല എന്ന് മനസ്സിലാക്കിയാൽ അവനെ ബ്രെയിൻ ഡെത്ത് ഒന്നും സർട്ടിഫൈ ചെയ്യും. ഒരു ടെസ്റ്റും ചെയ്യാണ്ട് 4 പേര് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യണം, ആപ്നിയ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ റൂളുണ്ടെങ്കിൽ പോലും ഒരു ടെസ്റ്റും ചെയ്യാതെ ഒരാൾ ഫോം ഫില്ല് ചെയ്യും. ബ്രെയിൻ ഡെത്തിൻ്റെ ഫോം 10 ഉണ്ട്, അത് ഫില്ല് ചെയ്യും. അത് ഫില്ല് ചെയ്തിട്ട് ബാക്കി 3 പേർക്ക് അവർ മുറിയിലോ വീട്ടിലോ കൊടുത്തേക്കാണ് ഇത് ഒപ്പിടിക്കുന്നത്. അവർ കാണുപോലുമില്ല. അപ്പോൾ ശരിക്കും എൻ്റെ കേസിന് മുമ്പ് നടന്നുകൊണ്ടിരുന്നത് 4 ഡോക്ടർമാർ രോഗിയെ കാണുപോലും ചെയ്യാതെ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. ദേ വർ ഓൾ ലൈവ് പേഷ്യൻസ് ഹു കുഡ് ഹാവ് ബീൻ സേവ്ഡ്. അതാണ് അന്നത്തെ സ്ഥിതി. ഇതിന് ഈ ഡോക്ടർമാർ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അന്ന് 7 years ബാക്ക് each doctor certifying wrong brain death was paid 15,000 rupees by the management. ഇത് ഞാൻ കേസ് കൊടുത്തതിന് മുമ്പ് I made inquiries with my friends in a lot of these hospitals and I was shocked at what they told me. My friends, they are all senior faculties in various private hospitals. അവരാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്, ഞങ്ങൾ രോഗിയെ തൊടുക പോലും ചെയ്യാതാണ് സർട്ടിഫൈ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദിസ് പേഷ്യൻസ് ആർ നോട്ട് ബ്രെയിൻ ഡെഡ്. അങ്ങനെ ഇരിക്കെ എറണാകുളത്ത് നിന്നുള്ള 2 ന്യൂറോളജിസ്റ്റുകൾ എന്നെ വിളിച്ചിട്ട് തുടങ്ങി, ഡോക്ടർ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ നോക്കല്ലേ, ദയവ് ചെയ്ത് ഒരു കാര്യം പറയാനാണ്. എന്താണ്? ഞങ്ങൾ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത് രോഗിയെ കാണാതെയാണ്. ഞങ്ങൾക്ക് അതിന് 15,000 രൂപ വീതം തരും. അതുകൊണ്ട് ഞാൻ അറിയുന്നുണ്ട് അഷെയിംഡ് ഓഫ് യുവർ ഡോക്ടർ, വി ആർ അഷെയിംഡ്, ബട്ട് വി ആർ നോ ഓപ്ഷൻ. ഞങ്ങൾ ഒപ്പിട്ടെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒപ്പിടും. വേറെ ആരെങ്കിലും ഒപ്പിടുമെന്ന് മാത്രമല്ല, ഞങ്ങൾ ഇവിടുത്തെ ജോലി നഷ്ടപ്പെടും. ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ട് ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് വേറെ എങ്കിലും ജോലി കിട്ടത്തുമില്ല. അപ്പം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ഈ ബ്രെയിൻ ഡെത്തുമായിട്ട് നല്ല ബന്ധമുണ്ട്. നല്ല ഉഗ്രൻ ബന്ധമാണുള്ളത്. അത് മാത്രമല്ല, നേരത്തെ 7 വർഷം മുമ്പ് 15,000 rupees എന്നുള്ളത് ഇപ്പോൾ 25,000 rupees ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. കാര്യം ബ്രെയിൻ ഡെത്ത് കുറഞ്ഞല്ലോ, കുറഞ്ഞപ്പോഴേ അവർക്ക് ഇൻകവും കുറഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴത് ശരിക്കും 25,000 rupees ആയിരുന്നു. പക്ഷേ ട്രിവാൻഡ്രത്തൊരു മഹാനുണ്ട്, അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്ന 50,000 രൂപയാണ്. ഞാനേ വന്ന്, കാര്യം ഈ പുറത്തുനിന്ന് ഒരാൾ നിർബന്ധമായിട്ടും വേണമല്ലോ. അപ്പോൾ ഇങ്ങേര് പുറത്തുനിന്നുള്ള ആളാണ്. അപ്പോൾ അങ്ങേര് പറയുന്നത് ഞാൻ വന്ന് ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇടണമെന്ന് എനിക്ക് 50,000 രൂപ തരണം. ആൻഡ് ഈസ് പെയ്ഡ് 50,000 rupees. അതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് 1,00,000 രൂപ കിട്ടുന്നില്ലേ? 1,00,000, വെരി സോറി, ഞങ്ങൾക്ക് 1.5-2 കോടി രൂപ കിട്ടുന്നത്. അതുകൊണ്ട് 50,000 രൂപ കൊടുത്താൽ കുഴപ്പം വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഡോക്ടർ ഇപ്പം ഇടയ്ക്ക് പറയുകയുണ്ടായി, ഇപ്പം കാശില്ലാത്ത ഒരു ഫാമിലിയിലാണ് ഇങ്ങനെ ഒരു ബ്രെയിൻ ഡെത്ത് നടക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ പറയുന്ന പോലെ കൗൺസിലേഴ്സും എല്ലാം കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു കച്ചവടത്തിൻ്റെ ആ ഒരു മാഫിയ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ കാശുള്ളവന് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാര്യം അവർ ഈ 3 ലക്ഷം രൂപ സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ വീഴത്തിൽ അതിനകത്ത് അവർ 3 ലക്ഷം ഞങ്ങൾ തരാമല്ലോ, യു കണ്ടിന്യൂ ട്രീറ്റ് ദി പേഷ്യൻറ്റ്. അപ്പം ഈ വരുന്നൊക്കെ നിർധനരായ രോഗികളാണ്. ഇവർ എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ എന്താ മെഡിക്കൽ കോളേജിൽ പോകത്ത്? ഇതിനെല്ലാത്തിനും ഏജൻസ് ഉണ്ട്. താലൂക്ക് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആംബുലൻസ് ഡ്രൈവർമാരെ എല്ലാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടപെട്ടൊരു കേസാണ്. ആ പേഷ്യന് കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ ബ്രെയിൻ ഇഞ്ചുറി ആയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് ചെന്നു. കരുനാഗപ്പള്ളിക്കാർ പറഞ്ഞു, ഇവിടെ ന്യൂറോ സർജനില്ല, നിങ്ങൾ ആലപ്പി മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ US ടെക്കിൻ്റെ ആലപ്പി മെഡിക്കൽ കോളേജ്. ആലപ്പി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ നോക്കിയിട്ട് അവിടെ ന്യൂറോ സർജനുണ്ട്, എല്ലാവരും ഉണ്ട്. ബട്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ പറഞ്ഞു അത് ഇവിടെ കിടത്തണ്ട, നിങ്ങൾ നേരെ അമൃതയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു കാരണവശാലും മെഡിക്കൽ കോളേജ് എന്നൊരു പേഷ്യൻറ്റിന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ റെഫർ ചെയ്യാൻ പാടില്ല. ബട്ട് ദിസ് വാസ് ഓൺ ഓഫ് ഇറ്റ്, എഴുതി വെച്ചൊന്നുമില്ല. ഹി മെയ്ഡ് നോ റെക്കോർഡ് ഓഫ് ദി ഹോസ്പിറ്റൽ പേഷ്യൻറ്റ് ബീങ് ബ്രോട്ട് ഇൻ ദി ഹോസ്പിറ്റൽ. അതിലാണ്ട് അവർ തോറലായിട്ട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകും, രക്ഷ വേണമെന്ന് കൊണ്ട് അമൃതയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് ആംബുലൻസ് വാസ് റെഡി. ആംബുലൻസ് മെഡിക്കൽ കോളേജിനടുത്ത് റെഡിയാണ്. അത് ഓരോ ഹോസ്പിറ്റലിൻ്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആംബുലൻസ് ഉണ്ട്. അപ്പോൾ ഈ ആംബുലൻസിൽ അവർ റിലേറ്റീവ്സ് എല്ലാം കയറി നേരെ എറണാകുളത്തോട്ട് വിട്ടു. എറണാകുളം അടുക്കാറായപ്പോഴത്തേക്ക് ഈ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അമൃതയിൽ പോയാൽ കാശ് ഒരുപാടാവും, അത് അവിടത്തേക്കാളും നല്ലത് ഇപ്പോൾ ഇതിന് ബെസ്റ്റ് ലേക്ക് ഷോറാണെന്ന്. അങ്ങനെ US സ്റ്റേക്കുണ്ട് ലേക്ക് ഷോർ. അന്തസ്സായിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അവന് ബ്രെയിൻ ഡെത്താക്കി അവൻ്റെ ഓർഗൻസൊക്കെ എടുക്കുകയും ചെയ്തു. അപ്പോൾ എവിടെയൊക്കെ ഏജൻസ് ഉള്ളത്? മെഡിക്കൽ കോളേജിൽ ഏജൻസ് ഉണ്ട്, ആംബുലൻസുമാർ ഉണ്ട്. ഈ ഏതെങ്കിലും ആംബുലൻസ് ആയാലും ടാക്സി ആയാലും ഒരു പേഷ്യൻറ്റിനെ ബ്രെയിൻ ഡെത്ത് ആകാൻ സാധ്യതയുള്ളൊരു പേഷ്യൻറ്റിനെ
ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ദേ ഗെറ്റ് 20 to 25 rupees as commission. ആംബുലൻസ് ഡോക്ടർ കമ്മീഷൻ, റെഫറി ഡോക്ടർ കമ്മീഷൻ. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ മാനേജ്മെന്റ്, അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റും ബ്രെയിൻ ഡെത്തും കൂടെ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയാതെ അവയവദാന കച്ചവടം നടക്കുന്നുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാര്യം ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്നു, 3 ദിവസം കിടക്കുന്നു, 3.5 ലക്ഷം രൂപ ബില്ലാകുന്നു. അപ്പോൾ ഈ പേഷ്യൻ്റ് ആദ്യം ചെയ്യുന്ന 3 ലക്ഷം രൂപ ബില്ല് വേവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ ഈ 3 ലക്ഷം തരണ്ടെന്ന് പറയുക. ഇത് മാനേജ്മെൻറ്റ് അറിയേണ്ട പറയാൻ പറ്റത്തില്ലല്ലോ. ഈ മാനേജ്മെൻറ്റ് കിട്ടേണ്ട 3 ലക്ഷമോ 4 ലക്ഷം രൂപയല്ലേ ഇവർ നിങ്ങൾ തരണ്ട എന്ന് പറയുന്നത്. അത് ആ മാനേജ്മെൻറ്റ് അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല. മാനേജ്മെന്റ് അപ്പോൾ ഒട്ടും അറിയുന്നില്ല. മാനേജ്മെൻറ്റ് അറിയുന്നുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ അവയവദാന കച്ചവടം എല്ലാം മാനേജ്മെന്റ് അറിഞ്ഞിട്ടാണ് നടക്കുന്നത്, അതാണ് പറയുന്നത് ഡോക്ടർ. ഒരു സംശയമില്ല, മാനേജ്മെൻറ്റ് അറിയാതെ ഇത് നടക്കാൻ പറ്റില്ല. ഇമ്പോസിബിൾ. ഇതൊക്കെ ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഇത്രയും സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴും എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഡോക്ടറോട്, ബ്രെയിൻ ഡെത്ത് എന്താണ്? സാധാരണ ആൾക്കാർക്ക് ബ്രെയിൻ ഡെത്ത് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പലർക്കും സംശയമുണ്ട് എന്താണ് ആക്ച്വൽ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന കാര്യം. സത്യം പറഞ്ഞാൽ ദി വെരി കോൺസെപ്റ്റ് ഓഫ് ബ്രെയിൻ ഡെത്ത് തെറ്റാണ്. ബ്രെയിൻ ഡെത്ത് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ഓർഗൻ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. ഇത് സ്റ്റോറി ഗോസ് ബാക്ക് ടു 1968. ആ സമയത്ത് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് തുടങ്ങുമായിരുന്നു അമേരിക്കയിലൊക്കെ. ബട്ട് കിഡ്നി മാത്രമേ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ, അതും ബ്ലഡ് റിലേഷൻസിൻ്റെ കിഡ്നി മാത്രമേ. കാര്യം അന്ന് ഈ ആൻറ്റി റിജക്ഷൻ, നമ്മളിപ്പോൾ അറിയാമല്ലോ, ഒരു ഓർഗൻ വെച്ചാൽ അത് റിജക്റ്റ് ചെയ്യും. അത് റിജക്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ മരുന്ന് കൊടുക്കണം, ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറഞ്ഞ മരുന്ന്. അന്ന് ഇമ്മ്യൂണോ സപ്രസൻസൊക്കെ വരുന്ന സമയം അപ്പോൾ വിചാരിച്ച് നമുക്ക് റിലേറ്റീവ് അല്ലാത്ത ആൾക്കാർ ഓർഗൻ മാറ്റി വയ്ക്കാമല്ലോ. അതെങ്ങനെ മാറ്റി വയ്ക്കും? ഓർഗൻസ് വേണ്ടേ? അങ്ങനെയാണ് ഈ ബ്രെയിൻ ഡെത്ത് എന്നുള്ള കോൺസെപ്റ്റ് ഹാർവർഡ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നത്. ഹാർവർഡ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് ബ്രെയിൻ ഡെത്ത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. They define brain death as irreversible coma. Patient who is in coma that cannot be reversed. That is due to irreversible loss of function of the whole brain. Why? Causes irreversible loss of, the actual definition is irreversible loss of consciousness and irreversible loss of capacity to breathe due to irreversible loss of function of whole brain. This is called the whole brain concept. ഡോക്ടർ, ഈ അവയവദാന തട്ടിപ്പ്, ഇപ്പോൾ അതിൽ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടല്ലോ. ഈ കാശ് ഒട്ടുമുക്കാലും പങ്കിട്ടെടുക്കുന്നവർ ആരൊക്കെയാണെന്ന് ഡോക്ടറുടെ നിഗമനം? ഒന്ന്, ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്ന ഡോക്ടർമാർ. റോങ് ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ ഫെസിലിറ്റി ചെയ്യുന്ന കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. പിന്നെ ഈ സർജറി ചെയ്യുന്ന ഡോക്ടർമാർ, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജൻ ഗെറ്റ്സ് 2 lakhs, ലിവർ 3 lakhs, ഹാർട്ട് 4 or 5 lakhs. ഇപ്പോൾ ദേ ബെനിഫിറ്റ്. പിന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ 40-50 ലക്ഷം രൂപ കിട്ടും. അത് ഹോസ്പിറ്റലിലേ കിട്ടുന്നത്. ഈ ചെറിയ ചെറിയ ഷെയറുകൾ കൊടുത്താൽ മെജോറിറ്റി ഓഫ് ദി ഷെയർ ഗോസ് ടു ദി ഹോസ്പിറ്റൽ. ഒരു മേജർ ഇൻകമാണ്. വലിയൊരു ഇൻകമാണെന്ന് പറയാം. മേജർ ഇൻകം, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന തൊഴിലിന് കിട്ടുന്ന എമൗണ്ടിനേക്കാൾ ഓപ്പോസിറ്റ് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 2015 76 ബ്രെയിൻ ഡെത്ത്, അതായത് 152 കോടി രൂപയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ആ ഒരു വർഷം ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൽ നിന്ന് കിട്ടിയത്. ഒരു ഹോസ്പിറ്റലിനോ? അല്ല, ആ വർഷം പുട്ട് ടുഗദർ. ഇത് 2-3 ഹോസ്പിറ്റലാണ് കൂടുതലും കിട്ടുന്നത്. മോസ്റ്റ്ലി ഫോർ 3 or 4 ഹോസ്പിറ്റൽസ്. ആ ഹോസ്പിറ്റൽസ് മെയിൻലി ഏതൊക്കെയാണെന്ന് എന്തെങ്കിലും? പിന്നെന്താ, ഇത് കള്ളമുള്ള കാര്യമൊന്നുമില്ലല്ലോ. ട്രിവാൻഡ്രത്ത് കിംസ്, എറണാകുളത്ത് ലേക്ക് ഷോർ, ആസ്റ്റർ, അമൃത, ലേക്ക് ഷോ, ആസ്റ്റർ മിംസ്, ബേബി മെമ്മോറിയൽ, എല്ലാം ഇത്രയൊക്കെ ഓർമ്മ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഓക്കെ, അത് നമ്മൾ ഇതിൽ അമൃത വെച്ച് ബാക്കിയെല്ലാം ഒരു ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റൽസ്. ഒരു ഗ്രൂപ്പിൻ്റെയാണ് ബാക്കിയല്ല അല്ലേ? അപ്പം കേരളത്തിൽ ബ്രെയിൻ ഡെത്ത് തുടങ്ങുന്നത് 2012. ആ വർഷം ആകെ ഉണ്ടായിരുന്നത് 9 ബ്രെയിൻ ഡെത്താണ്. ഭയങ്കര ഹൈപ്പുണ്ടായി. അത്
മാൻമെയ്ഡ് ഹൈപ്പാണ്. അതായത് പ്ലെയിൻ വരുന്നു, ഡോക്ടർ വരുന്നു, ഓർഗൻസ് എടുക്കുന്നു, പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നു, വേറെ രോഗിക്ക് വച്ച് പിടിച്ചു കൊടുക്കുന്നു. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പുതിയ രോഗിയുടെ ഹാർട്ടിൽ നെഞ്ചിൽ ഹാർട്ട് മിടിച്ച് തുടങ്ങിയിരിക്കുന്നു. ആംബുലൻസ് വരുന്നു. ഇങ്ങനെ ആംബുലൻസിന് പോലീസ് എസ്കോർട്ട് 1.5 മണിക്കൂറുണ്ട് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് വരുന്നു. ഇതൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു. അതുകൊണ്ട് ദർ വാസ് എ ഗ്രേറ്റ് റൈസ് ഇൻ ഓർഗൻ ഡൊണേഷൻ ഇൻ ദി നെക്സ്റ്റ് 3 years. In 2015, it went up to 76. 9 നിന്ന് 3 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് 9 times 76 ആയി. 76 എന്ന് മാത്രമല്ല, ഇറ്റ് വാസ് ഹയസ്റ്റ് ഇൻ ദ വേൾഡ് ആസ് എ പ്രൊപ്പോർഷൻ ടു ദി പോപ്പുലേഷൻ. 20 വർഷമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ചെന്നൈ, 50 വർഷം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന US ഒക്കെ കൂടുതലായിരുന്നു കേരളത്തിലെ ഓർഗൻ റിട്രീവൽ, ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഞാനിതിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. നമുക്കറിയില്ല, നല്ല കാര്യം നടക്കുകയല്ലേ. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ഹാർട്ട് സർജറി ഉണ്ടായിരുന്നു. സാറിന് ബൈപ്പാസ് സർജറി ഉണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്, ചെന്നൈയിൽ മയോട്ട് ഹോസ്പിറ്റൽ വെച്ചിട്ട്. അപ്പോൾ ആ സർജറി മേജർ സർജറി ആയിരുന്നു. സർജറിക്ക് മുമ്പ് I prepared a mail. That was on the 1st July 2015. I prepared a mail for my doctor saying that if something happens to me during or after surgery, all my organs must be transplanted to poor patients with free of cost. അപ്പോൾ മോള് പറഞ്ഞു, മൈ ഡോട്ടർ ഗീതാഞ്ജലി പറഞ്ഞു, അച്ഛൻ അങ്ങനെ എഴുതി വയ്ക്കരുത്. അച്ഛനൊന്നും സംഭവിക്കില്ല, സംഭവിച്ചാൽ അച്ഛൻ പറയുന്നത് നമുക്ക് ചെയ്യാം, പക്ഷെ അത് എഴുതി വെച്ചാൽ അവർ അച്ഛനെ കൊന്നു കളയുന്നത്. ഞാൻ പറഞ്ഞു, എന്നെ കൊല്ലിയേ? അതെ, നമ്മൾ കൊടുത്തത് 4 ലക്ഷം രൂപയല്ലേ. അച്ഛനെ ബ്രെയിൻ ഡെത്താക്കി അവർക്ക് 1.5-2 കോടി രൂപ കിട്ടും. അന്നത് ഐ ഡി നോട്ട് ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ബട്ട് ഐ സെൻഡ് എ മെയിൽ ടു ഡോക്ടർ ബാഷി. ഈ സെൻഡ് മീ ഒരു മെയിൽ അയച്ചു, വളരെ അപ്രീഷിയേറ്റഡ് മെയിൽ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചയക്കുകയും ചെയ്തു. സർജറി കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അതിന് ശേഷം ഞാനും മോളും കൂടെ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി. 1-2 മാസം കഴിയുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ബ്രെയിൻ ഡെത്ത് ശരിയാണെന്ന്. എനിക്ക് തെളിയിക്കാൻ മാർഗമൊന്നുമില്ല. ദർ ഈസ് നോ വെരിഫയബിൾ എവിഡൻസ് ഓഫ് ബ്രെയിൻ ഡെത്ത് ഇല്ല. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ബ്രെയിൻ ഡെത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ ടോർച്ച് അടിച്ച് നോക്കും. കണ്ടു കാണില്ലല്ലേ, കണ്ണിൽ ടോർച്ച് അടിച്ച് നോക്കും. ടോർച്ച് അടിച്ചാൽ പീപ്പിൾസ് റിയാക്ട് ചെയ്യും. ഇഫ് യു ആർ നോട്ട് ഡെഡ് ആണെന്നാൽ പീപ്പിൾ റിയാക്ട് ചെയ്യത്തില്ല. സപ്പോസ് പേഷ്യൻ്റ് ഈസ് നോട്ട് ബ്രെയിൻ ഡെഡ്, മൈൻഡ് യു, പീപ്പിൾ റിയാക്ട് ചെയ്യുന്നു. ഉടനെ ഡോക്ടർ പീപ്പിൾ നോട്ട് റിയാക്ടിങ്. നമ്മൾ പെയിൻ റിയാക്ഷൻസ് എടുക്കും. ഇവിടെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പെയിൻ മിൻസ് ചെയ്യും. പേഷ്യൻ്റ് മിൻസ് ചെയ്യുന്നു, പേഷ്യൻ്റ് റിയാക്ട്സ് ടു പെയിൻ. ഡോക്ടർ കാണുന്നു, ഡോക്ടർ എഴുതുന്നു നോ റിയാക്ഷൻ ടു പെയിൻ സ്റ്റിമുലേഷൻ. ഓക്കെ, ഏറ്റവും ഫൈനൽ. പിന്നെ വേറെ ഇതുപോലെ 3-4 ടെസ്റ്റ്, എല്ലാ ഒബ്സർവേഷൻ എഴുതുന്നത്. ഏറ്റവും ഒടുവിൽ അപ്നിയ ടെസ്റ്റ്, അതാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. അത് നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പേഴ്സണൽ ബ്ലഡിൽ കൂട്ടിയിട്ട് പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും. പേഷ്യൻ്റ് ലൈവ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ബ്രീത്തിങ്, ലൈവ് അല്ലെന്നുണ്ടെങ്കിൽ ബ്രീത്ത് ചെയ്യത്തില്ല. ദി പേഷ്യൻ്റ് വിൽ സ്റ്റാർട്ട് ബ്രീത്തിങ്, ബട്ട് ദേ വിൽ റൈറ്റ് പേഷ്യൻ്റ് നോട്ട് ബ്രീത്തിങ്. സോ വാട്ട് ഈസ് റെക്കോർഡഡ് ഈസ് ഓൺലി ദി ഒബ്സർവേഷൻ ഓഫ് ദി ഡോക്ടർ, നോട്ട് വാട്ട് റിയലി ഹാപ്പൻ. ഇത് ഫ്യൂച്ചറിൽ ഇയാളൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കടക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് തെളിയിക്കാനാണ്? സോ മൈ പ്രെയർ വാസ് ദി ഹോൾ തിങ് ഷുഡ് ബി വീഡിയോഗ്രാഫ്ഡ്. മീൻസ് ഈ ഫുൾ ഒബ്സർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രസൻസ് ഓഫ് ഇത് 4 ഡോക്ടറുമായിട്ട് ഒരുത്തം മാത്രമേ ചെയ്യണേ, ബാക്കി ഒന്നിന് ഒപ്പിട്ട് കൊടുക്കത്തേ ഉള്ളൂ. ഈ അയാളൊന്നും ചെയ്യത്തുമില്ല. സോ യു എൻഷുർ ദി പ്രസൻസ് ഓഫ് 4 ഡോക്ടേഴ്സ് ആൻഡ് യു എൻഷുർ ദാറ്റ് ഓൾ ദി ടെസ്റ്റ് ആർ ഡൺ പ്രോപ്പർലി. സോ വീഡിയോഗ്രാഫ് ദി ഹോൾ പ്രൊസീജിയർ. 2 ആൻജിയോഗ്രാം ചെയ്യണം. ബ്രെയിൻ ഡെത്തിൽ നോട്ട് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഫ്ലോസ് ഇൻ ടു ദി ബ്രെയിൻ. ദെയർഫോർ ന്യൂറോൺസ്, ബ്രെയിൻ സെൽസ് ഡൈ. 2 കാര്യം പ്രൂവ്. ഒന്ന്, blood does not enter the brain. 2, all neurons are silent. Therefore, there is no electrical activity. So, angiogram chamber, there is no blood flow to the brain. EEG element, no brain. You get a flat. That is other proof ആണ്. ഇത് കേസ് കൊടുത്തപ്പോൾ ഇതൊക്കെ അംഗീകരിച്ചു. ഹെൽത്ത് സെക്രട്ടറി നോട്ട് വിട്ടു, ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. When I came back to the court, I told the Chief Justice, my lord, if this can be
കൺവേർട്ടഡ് ഇൻ ഗവൺമെൻറ് ഓർഡർ ഞാൻ അപ്പിയർ ചെയ്യുന്നത് കോടതിയിൽ, നോ അഡ്വക്കേറ്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഫ് ദിസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ജിയോ ഐ വിഡ്രോ മൈ കേസ്. അപ്പോൾ ഫോർ ഗവൺമെൻറ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് കേസ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ദർ ഇസ് എ കമോഷൻ ഓൾ ഓവർ കേരള. പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് റണ്ണിങ് ഒരു കാര്യം ഇത് ചെയ്താൽ അവർക്ക് ഒരു പേഷ്യൻറ്റിനെയും ബ്രെയിൻ്റെ സർട്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല, പ്രൂഫായി കള്ളത്തിലും കാണിക്കാൻ പറ്റത്തില്ല. സോ ദേ വെൻ്റ് ആൻഡ് മെറ്റ് ദി പീപ്പിൾ ഇൻവോൾവ്. ഞാൻ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ മുതലാളിമാർ നിങ്ങൾക്ക് അറിയാമല്ലോ. മുതലാളിമാരെല്ലാം സർക്കാരിൻ്റെ ഉന്നതിയിലുള്ള ആൾക്കാർ, വലിയ അടുത്ത ആൾക്കാർ, അവർ ഒന്ന് അദ്ദേഹത്തെയൊക്കെ കണ്ടു. അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി വിളിച്ച് കഴിഞ്ഞത് മാറ്റാൻ പറഞ്ഞു അവസരം. രണ്ടാമത് മീറ്റിംഗ് വിളിച്ചിട്ട് EG വേണ്ട 5 ഗ്രാം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഡിസിഷൻ എടുത്തു. ഇന്നലെയാണെന്ന് തോന്നുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ ഈ കേസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ബേസ് ചെയ്ത് ഇത് ചെയ്യുന്നു, മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു. അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ശിവൻകുട്ടി ആയതുകൊണ്ടൊന്നും പറയാതിരിക്കുകയാണ് മെച്ചം. അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ നമ്മൾ പണ്ട് അസംബ്ലിയിൽ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹവും മന്ത്രിയായി, എന്നാലും പറയാം. എൻ്റെ അദ്ദേഹം ചോദിച്ചു എൻ്റെ ആധികാരികമായ കണക്കുണ്ട്. എൻ്റെ ആധികാരികമായ കണക്ക് തന്നെയുണ്ട്. 2015 76 ബ്രെയിൻ ഡെത്ത്, 16 72 ബ്രെയിൻ ഡെത്ത്, 2 വർഷം കൂടെ 148 ബ്രെയിൻ ഡെത്ത്. അതിൽ ഒരെണ്ണം മാത്രം മുസ്ലിം. അതുപോലെ ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നത്, മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഇറ്റ് ഈസ് ഫോർ പീപ്പിൾ ടു ബി കോഷ്യസ് ആൻഡ് ടു ലെറ്റ് us know why Muslims are not being certified brain dead in Muslim hospitals. അത് അറിഞ്ഞേ പറ്റുള്ളൂ. ഐ ഹാവ് ടു നോ. ഇത് മതസ്പർദ്ധ. എൻ്റെ സംബന്ധമായി ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ മുസ്ലിംസ്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മതമാണ് മുസ്ലിം. അവർ ദാനം ശരിക്കുന്ന ആൾക്കാർ, അവരെന്തുകൊണ്ട് ആർക്കും ദാനം ചെയ്യുന്നില്ല? ദാനശീലമുള്ള ആൾക്കാർ ദേ ഷുഡ് കം ഫോർവേഡ്. ഉണ്ട് അവരൊന്ന് പറയണം, ഞങ്ങൾ ഓർഗൻ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഓർഗൻസ് എടുക്കണം. അത് ചെയ്യാതെ അവരുടെ കമ്മ്യൂണിറ്റിക്കാർ നടത്തുന്ന ഹോസ്പിറ്റലിൽ അവരെ ബ്രെയിൻ ഡെത്ത് ആക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണ്. ഇത് ഒരു ആൻറ്റി മുസ്ലിം സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഡോക്ടർ ഇത്രയും പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും പേടി വന്നു. ഹോസ്പിറ്റലിൻ്റെ പടി കടക്കാൻ പേടിയായി തുടങ്ങി.